നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ സ്ട്രീം 2 വിഭാഗത്തിൽ 1ാം റാങ്ക് നേടി തൃക്കൂർ മതിക്കുന്ന സ്വദേശിനി CS സവിത. ഒല്ലൂരിൽ KSRTC ബസും ഓട്ടോ ടാക്സിയും കൂട്ടിയിടിച്ച അപകടം. ഓട്ടോ ടാക്സി ഡ്രൈവർക്ക് പരിക്കേറ്റു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തൃക്കൂർ യൂണിറ്റ് വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. മറ്റത്തൂരിലെ മാങ്കുറ്റിപ്പാടം പഞ്ചായത്ത് ക്രിമിറ്റോറിയത്തിനു സമീപം റബ്ബർ തോട്ടത്തിൽ തീപിടുത്തം. നാട്ടുകാർ ചേർന്ന് തീയണച്ചു. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ തിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കും. കുതിച്ചുകയറിയതിനു പിന്നാലെ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ ഇടിവ്. സ്വർണ്ണവില പവന് 6320 രൂപ കുറഞ്ഞ് 1,17,760 രൂപയിലെത്തി. വിശദമായ വാർത്തകളിലേക്ക്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് സ്ട്രീം 2 വിഭാഗത്തിൽ 1ാം റാങ്ക് നേടി തൃക്കൂർ മതിക്കുന്ന സ്വദേശിനി CS സവിത. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് സ്ട്രീം 2 വിഭാഗത്തിൽ 1ാം റാങ്ക് നേടി തൃക്കൂർ മതിക്കുന്ന സ്വദേശിനി CS സവിത. തൊഴിൽ വകുപ്പിൽ ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽ ക്ലർക്കായി സേവനമനുഷ്ഠിക്കുന്നതിനിടെയാണ് 29-കാരിയായ സവിത KAS 1ാം റാങ്കിന് അർഹയാകുന്നത്. 22ാം വയസ്സിലാണ് സവിത സർക്കാർ സർവീസിൽ കയറുന്നത്. എന്നാൽ സാധാരണ സർക്കാർ ജീവനക്കാരെ പോലെ ദിനചര്യയായി ജോലി ചെയ്യാനോ കാലാകാലങ്ങളിൽ ഉദ്യോഗക്കയറ്റവും ശമ്പള വർധനവും അവസാനം അടുത്തോൺ പറ്റി വിരമിക്കുന്നതിനോടും സവിതയ്ക്ക് അത്ര പ്രിയമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ജോലിയോടൊപ്പം കുടുംബവും പഠനവും ഒഴിവു സമയ നേരം പോക്കുകളും ഒരുപോലെ കൈവിടാതിരുന്ന സവിത നേട്ടം കൈവരിക്കുകയായിരുന്നു. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ BSc മാത്തമാറ്റിക്സ് പഠിച്ച സവിത കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 2ാം റാങ്കോടെയാണ് ബിരുദം നേടിയത്. 2019 LDC ആയാണ് സവിത സർക്കാർ ജോലിയിൽ പ്രവേശിക്കുന്നത്. KAS എടുക്കാൻ 2020 ആദ്യ ശ്രമം നടത്തിയിരുന്നെങ്കിലും വിജയിച്ചില്ല. ഇപ്പോൾ തിരുവനന്തപുരത്തെ KAS മെന്റർ എന്ന സ്ഥാപനത്തിലെ ഓൺലൈൻ പരിശീലനമാണ് സവിതയ്ക്ക് തുണയായത്. കഴിഞ്ഞ ഒക്ടോബറിലാണ് പരീക്ഷ എഴുതിയത്. കഴിഞ്ഞ 24-ന് അഭിമുഖം പൂർത്തീകരിച്ചു. ജോലിയിൽ ഉയർച്ചയും സുരക്ഷിതത്വവും പ്രതീക്ഷിച്ചാണ് ജോലിയോടൊപ്പം KASന് തീവ്ര ശ്രമം നടത്തിയത്. പൊതുമരാമത്ത് കരാറുകാരനായ ഭർത്താവ് N അഖിൽ വിജയും മാതാവ് വിജയലക്ഷ്മിയും മകൾ ത്രിതനേദിയും അടങ്ങിയതാണ് കുടുംബം. ഭർത്താവായ അഖിലും കുടുംബവും തന്നെയാണ് തന്റെ വിജയത്തിന് തുണയായി നിന്നതെന്ന് സവിത പറയുന്നു. കോടാലി മുരിക്കുങ്ങൽ ശിവന്റെയും ഷീജയുടെയും മകളായ സവിതയ്ക്ക് മലയാളം മെലഡികൾ കേൾക്കുന്നതും പുസ്തകങ്ങൾ വായിക്കുന്നതുമാണ് ഒഴിവു സമയ വിനോദങ്ങൾ. ഒല്ലൂരിൽ KSRTC ബസും ഓട്ടോ ടാക്സിയും കൂട്ടിയിടിച്ച് ഓട്ടോ ടാക്സി ഡ്രൈവർക്ക് പരിക്കേറ്റു. വാഹനത്തിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ തൃശൂരിൽ നിന്ന് അഗ്നിരക്ഷാസേന എത്തിയാണ് പുറത്തെടുത്തത്. ശനിയാഴ്ച പുലർച്ചെ 6 മണിയോടെയായിരുന്നു അപകടം. 20 മിനിറ്റോളം വാഹനത്തിനുള്ളിൽ കുടുങ്ങിക്കിടന്നയാളെ ഏറെ പാടുപെട്ടാണ് പുറത്തെടുത്തത്. ഒല്ലൂർ പോലീസും രക്ഷാപ്രവർത്തനത്തിന് സ്ഥലത്തെത്തിയിരുന്നു. പരിക്കേറ്റയാളെ തൃശൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂരിലേക്ക് വരികയായിരുന്ന KSRTC ബസും ഓട്ടോ ടാക്സിയും തമ്മിലായിരുന്നു അപകടം. അപകടത്തിൽ ഓട്ടോ ടാക്സിയുടെ മുൻഭാഗം പൂർണ്ണമായും ബസിന്റെ മുൻവശവും ഭാഗികമായും തകർന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തൃക്കൂർ യൂണിറ്റ് വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. KSSPU തൃക്കൂർ യൂണിറ്റ് പ്രസിഡന്റ് KK ഭാരതി അധ്യക്ഷത വഹിച്ചു. KSSPU തൃക്കൂർ യൂണിറ്റ് സെക്രട്ടറി P മനോജ് കുമാർ, KSSPU തൃക്കൂർ യൂണിറ്റ് ട്രഷറർ VK രാജാമണി, KSSPU ജില്ലാ സെക്രട്ടറി A ചന്ദ്രമോഹൻ, KSSPU കൊടകര ബ്ലോക്ക് മുൻ പ്രസിഡന്റ് MA ജോസ്, KSSPU കൊടകര ബ്ലോക്ക് മുൻ വൈസ് പ്രസിഡന്റ് K സുകുമാരൻ, വനിതാ വേദി കൺവീനർ CU രമണി, PV ഷാർങ്കൻ, K സദാനന്ദൻ, പ്രൊഫസർ P ശശിധരൻ എന്നിവർ പ്രസംഗിച്ചു. ഭാരവാഹികളായി KK ഭാരതി പ്രസിഡന്റ്, P മനോജ് കുമാർ സെക്രട്ടറി, VK രാജാമണി ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. 34ാം തൃക്കൂർ യൂണിറ്റ് വാർഷിക സമ്മേളനത്തിന്റെ പതാക ഉയർത്തല്. പെൻഷൻ ആദ്യകാലത്തൊക്കെ പെൻഷൻ പറ്റിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക, വീണ്ടും ഉള്ളിൽ അടങ്ങി ഒതുങ്ങി കൂടാന്നുള്ളൊരു പ്രവണതയായിരുന്നു അല്ലേ പണ്ടൊക്കെ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഐക്യമത്യം മഹാബലം എന്നുള്ള സിദ്ധാന്തം മനസ്സിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മളെല്ലാവരും പെൻഷൻ പറ്റിക്കഴിഞ്ഞാലും ഇപ്പം നമുക്ക് കാണാം പല മുഖങ്ങളും പെൻഷൻ പറ്റുമെന്ന് നമുക്ക് സംശയമുണ്ട്.
സംശയമുള്ള മുഖങ്ങളൂടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പോഴും നമുക്ക് നമ്മുടെ യുവത്വം നിലനിർത്തുക എന്ന് തന്നെയാണ് വലിയ പ്രാധാന്യം. അപ്പോൾ പെൻഷൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള ആക്ടിവിറ്റീസിലൊക്കെ നന്നായി പങ്കെടുത്ത് പഞ്ചായത്തിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ ഏത് കാര്യങ്ങളിലും സജീവമായി പങ്കെടുത്ത് നമ്മുടേതായ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ ഒരുപാടുണ്ട്. കാലം ഞങ്ങൾ നമ്മൾ ഈ കാര്യങ്ങൾ കൊണ്ട് നടക്കുമ്പോൾ എല്ലാ കാര്യത്തിനും നിങ്ങളുടെ അടുത്ത് വരുമ്പോഴും വന്ന് കാര്യങ്ങൾ നടത്തി അതിൽ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളോടൊപ്പം നിൽക്കാൻ സഹകരിച്ച എല്ലാവർക്കും എൻ്റെ വക ഒരു പ്രത്യേക അഭിനന്ദനം പറയാണ്. പിന്നെ നമ്മുടെ യൂണിറ്റിൻ്റെ ഇന്നത്തെ കാര്യങ്ങൾ ഞാനായിട്ടിപ്പോൾ അധികമൊന്നും പറയുന്നില്ല, അത് പറയാൻ ഇവിടുന്ന് മോളിൽ നിന്നുള്ള ആൾക്കാർ. കൂടാതെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, നടൻ ശ്രീനിവാസൻ ഉൾപ്പെടെ രാഷ്ട്രീയ, സിനിമ, സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രവർത്തകർ, കൃത്യനിർവഹണത്തിനെതിരെ അപകടങ്ങളിലും ജീവഹാനി സംഭവിച്ചവർ എന്നിവർക്കെല്ലാം ഈ സമ്മേളനം. മറ്റത്തൂരിലെ മാങ്കുറ്റിപ്പാടം പഞ്ചായത്ത് ക്രിമിറ്റോറിയത്തിനു സമീപം റബ്ബർ തോട്ടത്തിൽ തീപിടുത്തമുണ്ടായി. നാട്ടുകാർ ചേർന്ന് തീ അണച്ചു. ശനിയാഴ്ച ഉച്ചയോടെയാണ് തീപിടുത്തമുണ്ടായത്. നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടൽ ജനവാസ മേഖലയിലേക്ക് തീ പടരാതിരിക്കാൻ സഹായകമായി. മുൻ പഞ്ചായത്ത് അംഗം ശിവരാമൻ പോതിയിൽ, ജനാർദ്ദനൻ ആളൂപ്പറമ്പിൽ, ശിവൻ ഇരിങ്ങാംപുള്ളി, ബാബു കൊട്ടാംപുള്ളി, ബിജു കുമ്പിളി എന്നിവർ ചേർന്നാണ് തീയണച്ചത്. വെള്ളിക്കുളങ്ങര പോലീസിന് നാട്ടുകാർ വിവരം നൽകിയതിനെ തുടർന്ന് അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തിയെങ്കിലും അതിനു മുമ്പേ നാട്ടുകാർ തീയണച്ചിരുന്നു. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ തിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കും. ശനിയാഴ്ച രാവിലെ ലതീഞ്ഞ്, നൊവേന, വിശുദ്ധ കുർബാന, കൂടുതുറക്കൽ തിരുക്കർമ്മങ്ങൾ നടത്തി. ഫാദർ ബാബു പാണാട്ടുപറമ്പിൽ കാർമ്മികനായി. വൈകിട്ട് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ബിജോയ് പൊൻപറമ്പിൽ കാർമ്മികനായി. വികാരി ഫാദർ പോൾ തേക്കാനത്ത് നേതൃത്വം നൽകി. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 5:30, 7, 9 സമയങ്ങളിൽ വിശുദ്ധ കുർബാനകൾ നടക്കും. രാവിലെ 10:30 ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ഇലോയ് ചിറമൽ കാർമ്മികനാകും. ഫാദർ ഷിൻഡോ കുളങ്ങര തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 4 നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ഷൈജോ പാറമേൽ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും വർണ്ണമഴയും ഉണ്ടായിരിക്കും. തിങ്കളാഴ്ച രാവിലെ 5:45 വിശുദ്ധ കുർബാന, രാവിലെ 7 മരിച്ചവർക്ക് വേണ്ടിയുള്ള വിശുദ്ധ കുർബാന, ഒപ്പീസ്, വൈകിട്ട് 5 വിശുദ്ധ കുർബാന എന്നീ തിരുക്കർമ്മങ്ങൾ നടത്തും. ഫെബ്രുവരി 7 രാത്രി 7 പള്ളി അങ്കണത്തിൽ മെഗാ മ്യൂസിക് ഇവന്റ് അരങ്ങേറും. തൃക്കൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരു ഉത്സവത്തിന് സമാപനമായി. ആറാട്ട് ദിനത്തിൽ രാവിലെ അഭിഷേകം, മലർനിവേദ്യം, മഹാഗണപതി ഹോമം, ഉഷനിവേദ്യം, പ്രഭാത പൂജ, ആറാട്ടുബലി ചടങ്ങുകൾ നടത്തി. വൈകിട്ട് ആറാട്ടെഴുന്നള്ളിപ്പ് ഉണ്ടായിരുന്നു. പഞ്ചവാദ്യവും പാണ്ടിമേളവും അരങ്ങേറി. ആറാട്ടു സദ്യയും ഒരുക്കിയിരുന്നു. തുടർന്ന് നൃത്താഞ്ജലി അവതരണം നടത്തി. നിരവധി പേർ ചടങ്ങുകളിൽ പങ്കെടുത്തു. തലവണിക്കര ചാത്തനാക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് കൊടിയേറി. ചടങ്ങിന് ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് AG രാജേഷ്, സെക്രട്ടറി A സുരേഷ് കുമാർ, ട്രഷറർ A വേണുഗോപാൽ, ഭാരവാഹികളായ സുരേഷ് കുമാർ, A നാഗേഷ്, അനിൽ വള്ളൂർ, മഹാദേവ് രവീന്ദ്രൻ, തങ്കപ്പൻ വള്ളൂർ, ഗോപാലകൃഷ്ണൻ, ജയകുമാർ എന്നിവർ നേതൃത്വം നൽകി. സാംസ്കാരിക സമ്മേളനം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. തുടർന്നുള്ള എല്ലാ ദിവസവും വിവിധ കലാപരിപാടികൾ അരങ്ങേറും. ഫെബ്രുവരി 5 വ്യാഴാഴ്ചയാണ് ചാത്തനാക്കൽ പൂരം ആഘോഷിക്കുന്നത്. രാവിലെ ക്ഷേത്ര ചടങ്ങുകൾക്കു ശേഷം 9 മണിക്ക് ശീവേലി എഴുന്നള്ളിപ്പ്. മേളകലാരത്നങ്ങളായ സർവശ്രീ കിഴക്കൂട്ട് അനിയന്മാരാരും സർവശ്രീ ചെറുശ്ശേരി കുട്ടന്മാരാരും ചേർന്ന് നയിക്കുന്ന പഞ്ചാരിമേളം, തുടർന്ന് പ്രസാദ ഊട്ട്. ഉച്ചയ്ക്ക് 3 മണിക്ക് പെരുവനം കൃഷ്ണകുമാർ പ്രമാണത്തിൽ മേജർ സെറ്റ് പഞ്ചവാദ്യം. തുടർന്ന് 5:30 7 ഗജവീരന്മാർ അണിനിരന്ന് കൂട്ടി എഴുന്നള്ളിപ്പും. സർവശ്രീ ചെറുശ്ശേരി കുട്ടന്മാരാരുടെ പ്രമാണത്തിൽ പാണ്ടിമേളം, തുടർന്ന് ദീപാരാധന. വൈകിട്ട് 10 മണിക്ക് ആരംഭിക്കുന്ന മേജർ സെറ്റ് പഞ്ചവാദ്യത്തോടെ പൂരത്തിന് സമാപനം എന്നിങ്ങനെയാണ് ചടങ്ങുകൾ.
AISF ജില്ലാ പ്രവർത്തക യോഗം CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി EM സതീശൻ ഉദ്ഘാടനം ചെയ്തു. AISF ജില്ലാ പ്രസിഡന്റ് KS അഭിറാം അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി മിഥുൻ പോട്ടോക്കാരൻ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം T പ്രദീപ് കുമാർ, AIYF സംസ്ഥാന കമ്മിറ്റി അംഗം ലിനി, ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ, AISF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KA അഖിലേഷ്, എക്സിക്യൂട്ടീവ് അംഗം അർജുൻ മുരളീധരൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ P ശിവപ്രിയ, T അരവിന്ദ് കൃഷ്ണ, അലൻ പോൾ വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. മെഡിക്കൽ വിദ്യാർത്ഥി മരിച്ചു. പായലിൽ എന്നാണ് വിദ്യാർത്ഥിയുടെ പേര്. ആ വിദ്യാർത്ഥി ഇതുപോലെ തന്നെ സാഹിത്യ വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥിത്തിലുള്ള മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ പ്രതിനിധാനമാണ്. ആ മഹാഭൂരിപക്ഷമായി മാറ്റി നിർത്താൻ ശ്രമിക്കുന്ന തൃക്കൂർ പഞ്ചായത്ത് പൂണിശ്ശേരി 7ാം വാർഡിലെ ലക്ഷം വീട് നഗർ ഇനി മുതൽ മൈത്രി നഗർ എന്നറിയപ്പെടും. പൂണിശ്ശേരി ഗ്രാമസമഗ്ര വികസന സമിതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് കൂട്ടായ്മ രൂപീകരണത്തിലാണ്. സമത്വം എന്ന ചിന്തയിലൂടെ ഈ പ്രദേശം മൈത്രി നഗറായി അറിയപ്പെടും എന്ന് പഞ്ചായത്ത് അംഗം പ്രബിരൻ ചുണ്ടേലപ്പറമ്പിൽ പറഞ്ഞത്. 35 കുടുംബങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശം ഗ്രാമ സൗഹൃദ അന്തരീക്ഷം നിലനിർത്തുന്നതിന് ഭാരവാഹികളായി ബിജു പനോക്കാരൻ, നസീറ അമ്പലക്കുളം, ആതിര, മിനി ഷാജു, അമ്പിളി, ദിയാദാസ് എന്നിവരെ തിരഞ്ഞെടുത്തു. യോഗത്തിൽ കുടുംബ വിവര ശേഖരണ ഫോമുകളും വിതരണം ചെയ്തു. പൂണിശ്ശേരി വാർഡിലെ 5ാമത്തെ കൂട്ടായ്മയാണ് മൈത്രി നഗർ. ഒരിക്കൽ കൂടി നമ്മുടെ കൂട്ടായ്മ മൈത്രി അല്ലെ, ഈ മൈത്രി നഗർ പ്രഖ്യാപിച്ചു. ഒരു പുതുവർഷം പിറന്നു. ഒരു പുതു നന്മയുടെ ദീപശിഖയിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് ഞാനാണ് നീ, നീയാണ് ഞാൻ എന്നുള്ളൊരു ചിന്തയിലൂടെ ഗ്രാമവികസന കാഹളമുയർത്തി ഗ്രാമസൗഹൃദ അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ട് പുതുവർഷത്തെ വരവേൽക്കാൻ നിങ്ങൾ എന്നിൽ ഏൽപ്പിച്ച വിശ്വാസത്തിന് കടപ്പാടും നന്ദിയും കൂടെയുണ്ടാവുമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് കേക്ക് മുറിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ സഹപ്രവർത്തകരെ ക്ഷണിക്കുന്നു. എല്ലാവരും നല്ലൊരു കൈ. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് HDS എംപ്ലോയീസ് കോൺഗ്രസ് യോഗം INTUC ജില്ലാ പ്രസിഡന്റും യൂണിയൻ പ്രസിഡന്റും കൂടിയായ KN നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി CD വിൽസൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ D ഉണ്ണിക്കുട്ടൻ, VP ഷീജ, PS ശോഭി എന്നിവർ പ്രസംഗിച്ചു. HDS ജീവനക്കാർക്ക് വിരമിക്കൽ ആനുകൂല്യം നൽകുക, ESI EPF ആനുകൂല്യങ്ങൾ ഉറപ്പുവരുത്തുക, പുതിയ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ജീവനക്കാർക്ക് കാഷ്വൽ ലീവും ദേശീയ അവധി ദിവസങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഇരട്ടി ശമ്പളവും നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ യോഗം അധികൃതരോട് ആവശ്യപ്പെട്ടു. ESI ആനുകൂല്യം നമ്മുടെ ആശുപത്രികളിൽ 2 സ്ഥലത്ത് ലഭിക്കുന്നില്ല. അതുകൊണ്ട് എന്തൊരു നഷ്ടമാണ് ഉണ്ടാവുന്നതെന്നാണ് നമുക്ക് യഥാർത്ഥത്തിൽ ആലോചിക്കുന്നത്. ഇപ്പം ഈ ആശുപത്രിയും നെഞ്ചുരോഗ ആശുപത്രിയിലും പുതിയ ആശുപത്രിയിലും ESI ആനുകൂല്യം ലഭിക്കാതെ വർഷങ്ങളായി ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് അവരെ ദുരിതം അനുഭവിക്കുന്നുണ്ട്. അവർക്കൊരു അപകടം വരുമ്പോൾ, അവർക്ക് ലീവ് എടുക്കേണ്ടി വരുമ്പോൾ അവർക്ക് അതിന് ശമ്പളം കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ചികിത്സാ ചെലവ് കിട്ടുന്നില്ല. മെച്ചപ്പെട്ട ആശുപത്രികളിൽ ചികിത്സ ലഭിക്കാനുള്ള സൗകര്യങ്ങൾ നിഷേധിക്കുകയാണ്. അങ്ങനെ ഒട്ടനവധി സൗകര്യങ്ങൾ നിഷേധിക്കുന്ന ഒരു സാഹചര്യം നൽകി. ആ പുതിയ ആശുപത്രി സൂപ്രണ്ടിന്റെ സാഹചര്യത്തിലാണ് 2017 മുതൽ ഇതുമായി ബന്ധപ്പെട്ട കേസാണ് 48,44,733 രൂപ കൊണ്ടുപോയി അതിന്റെ കോടതി നടപടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന മുഴുവൻ HDS ജീവനക്കാർക്കും ESI ബെനിഫിറ്റും ഉണ്ട്, EPF ആനുകൂല്യവും ഉണ്ട്. എന്തിനാണ് പുതിയ ആശുപത്രിയിൽ കാഷ്വൽ ലീവ് പോലും ലഭിക്കുന്നില്ല. കാഷ്വൽ ലീവ് ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ വികസന വസന്തം തീർക്കുന്നതും സമസ്ത മേഖലകളെയും ചേർത്ത് പിടിക്കുന്നതുമായ ബജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചതെന്ന് മന്ത്രി K രാജൻ ഒല്ലൂരിൽ അറിയിച്ചു. കഴിഞ്ഞ 10 വർഷ കാലയളവിൽ ഒല്ലൂർ മണ്ഡലത്തിൽ 2350 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയെന്നും ഇതിന്റെ തുടർച്ചയായാണ് ഇത്തവണത്തെ ബജറ്റിൽ 137.20 കോടി രൂപയുടെ പുതിയ പദ്ധതികൾക്ക് അനുമതി ലഭിച്ചതെന്നും മന്ത്രി പറഞ്ഞു. അടിസ്ഥാന സൗകര്യ വികസനം, ഗതാഗതം, വിദ്യാഭ്യാസം, ആരോഗ്യം, ടൂറിസം, കായികം, ജലസ്രോതസ്സുകളുടെ സംരക്ഷണം എന്നിവയെ സമന്വയിപ്പിച്ച സമഗ്ര വികസന സമീപനമാണ് ബജറ്റിലൂടെ നടപ്പിലാക്കുന്നത്. പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് 6 കോടി രൂപയും കേരള വനഗവേഷണ കേന്ദ്രത്തിന്റെ വികസനത്തിന് 1320 ലക്ഷം രൂപയും അനുവദിച്ചു. ബൃഹത് പദ്ധതിയായ പീച്ചി ടൂറിസം പദ്ധതിയുടെ പ്രാരംഭ വികസന പ്രവർത്തനങ്ങൾക്ക് 1 കോടി, ചെമ്പൂത്ര ക്ഷേത്രം റോഡ്, കശുമാവ് റോഡ്, നീലിപ്പാറ മണിയൻകിണർ റോഡ് എന്നിവയുടെ നവീകരണത്തിനും പുഴമ്പള്ളം, കൈരളി, മണ്ണാവ്, തെങ്ങുംതറ, പല്ലുതേവർ, തുളിയാൻകുന്ന് എന്നിവിടങ്ങളിലെ പാലങ്ങളുടെ നിർമ്മാണത്തിനും തുകകൾ അനുവദിച്ചു. ആരോഗ്യരംഗത്ത് വെള്ളാനിക്കര കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ പുതിയ കെട്ടിട നിർമ്മാണവും
ഒല്ലൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ നവീകരണവും ബജറ്റിലെ പ്രധാന പദ്ധതികളാണെന്നും വിദ്യാഭ്യാസ മേഖലയിലെ വികസനത്തിനായി ആശാരിക്കാട് ഗവൺമെന്റ് UP സ്കൂൾ ഗ്രൗണ്ട് നിർമ്മാണവും PG ITI കെട്ടിട നിർമ്മാണവും ഉൾപ്പെടുത്തി. താണിക്കുടം പുഴ, കച്ചിത്തോട് ഡാം, വഴക്കുംപാറ കുളം, രാമൻചിറ തുടങ്ങിയ സ്രോതസ്സുകളുടെ നവീകരണം, പരിസ്ഥിതി സംരക്ഷണവും കുടിവെള്ള സുരക്ഷയും ഉറപ്പാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. പുത്തൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം, പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം, ജംഗ്ഷൻ വികസനം തുടങ്ങിയ പദ്ധതികൾ ഒല്ലൂരിന്റെ വളർച്ചയ്ക്ക് പുതിയ ഊർജ്ജം നൽകും. പ്രഖ്യാപിച്ച എല്ലാ പദ്ധതികളും സമയബന്ധിതമായി നടപ്പാക്കുമെന്ന് റവന്യൂ മന്ത്രി ഒല്ലൂരിൽ മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കി. ബഡ്ജറ്റ് അവസാനിച്ച സാഹചര്യത്തിൽ എല്ലാവരും ഒന്ന് കാണുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇന്ന് യോഗം വിളിച്ചത്. നിങ്ങളിൽ പലരും എഴുതിയവരും കണ്ടവരൊക്കെയാണ്. നമ്മുടെ നിയോജക മണ്ഡലത്തിന് ഏറ്റവും ഗംഭീരമായിട്ടുള്ളൊരു പ്രാധാന്യം കിട്ടിക്കൊണ്ട് തന്നെയാണ് ഇത്തവണത്തെയും ബഡ്ജറ്റ് നടന്നത്. 137 കോടി 70 ലക്ഷം രൂപയാണ് ബഡ്ജറ്റിലൂടെ നമുക്ക് ലഭ്യമായത്. അതിനു പുറമെ പട്ടിക്കാട്, പുത്തൂര്, ചെറുകുന്ന് സ്കൂളുകൾക്കായി 8 കോടി രൂപ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. കേരളയുടെ നാമധേയത്തിലുള്ള സൂക്ഷ്മ ജലസേചനത്തിന് വേണ്ടി അതിനു പുറമെ 2 കോടി ലഭ്യമായിട്ടുണ്ട്. ഇതിനു പുറമെ നേരത്തെ സംസ്ഥാന സർക്കാരിന് കൂടി കോർപ്പറേഷനുള്ള അഥവാ സംസ്ഥാന സർക്കാരിൻ്റെ കൂടി വിഹിതം കൊടുക്കേണ്ടതായിട്ടുള്ള സെൻട്രൽ റോഡ് ഫണ്ടിൻ്റെ ഭാഗമായിട്ട് പള്ളിക്കണ്ടം ജനപഥ റോഡിൻ്റെ പുനരുദ്ധാരണത്തിന് 225 ലക്ഷം, അതായത് 22 കോടി 50 ലക്ഷം, 2250 ലക്ഷം, 22 കോടി 50 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. പാണഞ്ചേരി, നടത്തറ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പള്ളിക്കണ്ടം മുതൽ കൂട്ടാല, മുളയം വഴി വാട്ടർലിങ്ക്, കൂറ്റനാല്, കൊഴുക്കുടി വരെയുള്ള 10.55 കിലോമീറ്റർ ദൂരമാണ് മൂലം BMBC ആക്കുക. അപ്പോൾ അതടക്കം 160 കോടി രൂപ ഈ ഒരു ചെറിയ കാലയളവിനകത്ത് നമ്മുടെ നാടിന് അനുവദിക്കുന്നു. കേരള കോൺഗ്രസ് എം ചെയർമാനും മന്ത്രിയുമായ KM മാണിയുടെ 93ാം ജന്മദിനം കാരുണ്യദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി കേരള കോൺഗ്രസ് എം മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തപസ്യ സൈക്കോ സോഷ്യൽ റിഹാബിലിറ്റേഷൻ സെന്ററിൽ അനുസ്മരണ യോഗം നടത്തി. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് കല്ലറയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. പ്രഭു ചാണാശ്ശേരി അധ്യക്ഷനായിരുന്നു. ബേബി മാത്യു കാവുങ്കൽ മുഖ്യപ്രഭാഷണം നടത്തി. ജോണി ഓണപ്പറമ്പിൽ, MJ ഷാജു, വിനു കൂട്ടുങ്കൽ, റോയ് കപ്പിലുമാം തടത്തിൽ, ഷൈജു കുഴിക്കണ്ടത്തിൽ, K പ്രസാദ്, പഞ്ചായത്ത് അംഗങ്ങളായ മിനി, ശ്രീജ, അതുൽ കൃഷ്ണ, നൂർജഹാൻ നവാസ്, സിബി പൗലോസ്, സിജി രാജേഷ്, സുമ ആന്റണി എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. നമസ്കാരം. ഇന്ന് KM മാണി സാറിൻ്റെ ജന്മദിനം. അത് നമ്മൾ കാരുണ്യ ദിനമായിട്ട് ആചരിക്കുകയാണ്. ഇതിനായിട്ട് ഞങ്ങളെ ക്ഷണിച്ച കേരള കോൺഗ്രസിൻ്റെ എല്ലാ സംഘാടകർക്കും ഞങ്ങൾ ആദ്യം തന്നെ നന്ദി പറയുകയാണ്. ഇവിടെ വന്ന് ഇവരെ കാണാനും ഇവരോടൊപ്പം ഇന്ന് ഭക്ഷണം കഴിക്കാനും ഞങ്ങളെ ക്ഷണിച്ചു. ഇവർക്ക് വേണ്ട പഞ്ചായത്തിൽ നിന്നും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെ സഹായങ്ങൾ വേണമെങ്കിൽ അത് പറഞ്ഞാൽ ഞങ്ങളത് ഉറപ്പു തരും. എന്തെല്ലാം വകുപ്പുകൾ, ഏതെല്ലാം കാര്യങ്ങൾ കിട്ടിയാലും അതെല്ലാം ജനങ്ങൾക്ക് എങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കാം എന്ന് കാട്ടിത്തന്ന ജനകീയനായ നേതാവ് ശ്രീ KM മാണി സാറ്. ധനകാര്യ വകുപ്പ് കിട്ടിയപ്പോൾ ജനങ്ങൾക്ക് എങ്ങനെ എന്തെല്ലാം ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് കാണിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ സഹികെട്ടപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി ഭരണമാറ്റത്തിന് പ്രതിച്ഛായ നന്നാക്കാൻ വേണ്ടി അദ്ദേഹത്തെ ധനകാര്യ വകുപ്പിൽ നിന്ന് ജലസേചന വകുപ്പിലേക്ക്, അന്ന് ജല വകുപ്പായിരുന്നു, ആ മലിന വകുപ്പിലേക്ക് മാറ്റിയപ്പോൾ എങ്ങനെയാണ് ജലസേചനം ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കാമെന്ന് കാട്ടിക്കൊണ്ട് സാമൂഹിക ജലസേചന പദ്ധതി കേരളത്തിലെ 1000ഓളം പഞ്ചായത്തുകളിൽ 1000ഓളം സ്കീമുകൾ നടത്തിക്കൊണ്ട് കൃഷിക്കാർക്ക് അത്താണിയായി മാറി. അതിൻ്റെ ഏറ്റവും കൂടുതൽ ഗുണം ലഭിച്ച മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിനാണ്. മേടംകുളങ്ങര ഭഗവതിക്കാവ് ക്ഷേത്രങ്ങളുടെ പൊതുയോഗം ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് ദേവസ്വം ഹാളിൽ നടക്കും. കുതിച്ചു കയറിയതിനു പിന്നാലെ സ്വർണ്ണവിലയിൽ വൻ ഇടിവ്. പവന് 6320 രൂപ കുറഞ്ഞ് 1,17,760 രൂപയിലെത്തി. ഗ്രാമിന് 790 രൂപ കുറഞ്ഞു.
14,720 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ ശനിയാഴ്ചത്തെ വില. തുടർച്ചയായ 2ാം ദിവസം സ്വർണ്ണവില കുറയുന്നു. നിക്ഷേപകർ ലാഭമെടുക്കുന്നതിനെ തുടർന്ന് രാജ്യാന്തര വില താഴ്ന്നതും ഡോളർ കരുത്താർജിച്ചതുമാണ് ഇടിവിന് കാരണം. ആഗോള വിപണിയിലെ വിലക്കുറവ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിച്ചു. ഫെഡറൽ റിസർവ് ബാങ്ക് നിരക്ക് കുറയ്ക്കാത്തതിനെ തുടർന്ന് ഡോളർ കരുത്താർജിച്ചു. സ്വർണത്തിന്റെയും വെള്ളിയുടെയും വില കുറയാൻ കാരണമായി. വില കുറഞ്ഞതോടെ സ്വർണ്ണ നിക്ഷേപം വീണ്ടും കൂടി. ഒരാഴ്ചയ്ക്കകം വില വീണ്ടും ഉയരുമെന്നാണ് പ്രവചനം. ഇനി കാണാം ഇൻഫോടോക്ക്. പല്ല് തേച്ചതിനു ശേഷം രക്തത്തിന്റെ സാന്നിധ്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? പലരും വായ കഴുകി വൃത്തിയാക്കിയ ശേഷം ഇക്കാര്യം മറക്കും. ബ്ലീഡ് ചെയ്യുന്ന മോണകൾ ചിലപ്പോൾ കാര്യമായി തന്നെ ശ്രദ്ധിക്കേണ്ട ചില അവസ്ഥകളുടെ ലക്ഷണമാകാം. ഇത് അവഗണിച്ചാൽ ചിലപ്പോൾ വലിയ വില നൽകേണ്ടി വരും. റിപ്പോർട്ട് കാണാം. തിരക്കുള്ള ജീവിതത്തിൽ സമ്മർദ്ദം, കുടുംബത്തിന്റെ ഉത്തരവാദിത്തം, ദൈനംദിന ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ചേർന്ന് ആകെ ക്ഷീണിച്ചിരിക്കുമ്പോൾ പല്ലുകളുടെയും മോണകളുടെയും ആരോഗ്യത്തെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പലപ്പോഴും ആർക്കും കഴിയാറില്ല. രക്തത്തിന്റെ ചെറിയൊരു പാട പലപ്പോഴും മോണസംബന്ധമായ ജിഞ്ചിവൈറ്റിസ് അല്ലെങ്കിൽ പീരിയോഡോണ്ടിറ്റിസ് എന്നീ അസുഖങ്ങളുടെ ആദ്യഘട്ടത്തിലെ അടയാളമായിരിക്കാം. ഈ അവസ്ഥയെ അവഗണിച്ചാൽ ചിലപ്പോൾ പല്ലുകൾ നഷ്ടപ്പെടാം. തീർന്നില്ല, നീർവീക്കം മുതലുള്ള മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഇതിനു പിന്നാലെ വരും. മോണകളിൽ ബ്ലീഡിംഗ് സംഭവിക്കുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്നറിയണം. ബ്ലീഡിംഗ് ഗമ്മുകൾക്ക് പ്രധാന കാരണം പല്ലുകൾക്ക് വൃത്തിയില്ലാത്തതാണ്. നന്നായി ബ്രഷ് ചെയ്തില്ലെങ്കിൽ പല്ലുകൾക്കും മോണകൾക്കും മുകളിൽ ബാക്ടീരിയയുടെ സാന്നിധ്യമുണ്ടാകും. ഇത് ക്രമേണ കട്ടിയാകും. ഈ സാഹചര്യം മോണകളിലെ കലകളെ അസ്വസ്ഥമാക്കും. പിന്നാലെ നീർവീക്കവും ബ്ലീഡിംഗും ഉണ്ടാകും. പ്ലാക്കുകൾ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന മോണരോഗത്തിന്റെ ആദ്യഘട്ടത്തെയാണ് ജിഞ്ചിവിറ്റൈസ് എന്ന് പറയുന്നത്. മോണ ചുവന്ന് വീർക്കും. ഈ ഘട്ടത്തിൽ ബ്രഷ് ചെയ്യുമ്പോഴും ഫ്ലോസിംഗ് ചെയ്യുമ്പോഴും ബ്ലീഡിംഗ് ഉണ്ടാകും. ഈ അവസ്ഥയിൽ ചികിത്സ തേടിയില്ലെങ്കിൽ കൂടുതൽ ഗുരുതരമായ പീരിയോഡോണ്ടിറ്റിസ് എന്ന അവസ്ഥയിലേക്ക് മാറും. ഗം റിസഷൻ എന്ന അവസ്ഥയും പല്ലുകളുമായി ബന്ധപ്പെട്ട എല്ലുകൾക്കും പ്രശ്നമുണ്ടാകുന്ന സാഹചര്യത്തിലേക്കെത്തും. ഈ അവസരത്തിൽ ദന്ത ഡോക്ടറെ സമീപിക്കണം. കാലാവസ്ഥ. കൂടിയ ചൂട് 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 22 ഡിഗ്രി സെൽഷ്യസ്. കുന്നംകുളം കുടുംബ കോടതി കേസുകളിൽ കൌൺസിലിംഗ് നടത്താൻ ദിവസവേതന അടിസ്ഥാനത്തിൽ അഡീഷണൽ ഫാമിലി കൌൺസിലർമാരുടെ പാനലിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. സോഷ്യൽ വർക്കിൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദം. ഫാമിലി കൌൺസിലിംഗിൽ 2 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. ബയോഡാറ്റ സഹിതം ജഡ്ജ് ഫാമിലി കോടതി, കുന്നംകുളം 680503 എന്ന വിലാസത്തിൽ ഫെബ്രുവരി 21 മുൻപായി സമർപ്പിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 0488 52983990 എന്ന നമ്പറിൽ വിളിക്കാം. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,720 രൂപ, പവന് 1,17,760 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ സ്ട്രീം 2 വിഭാഗത്തിൽ 1ാം റാങ്ക് നേടി തൃക്കൂർ മതിക്കുന്ന് സ്വദേശിനി CS സവിത. ഒല്ലൂരിൽ KSRTC ബസും ഓട്ടോ ടാക്സിയും കൂട്ടിയിടിച്ച അപകടം. ഓട്ടോ ടാക്സി ഡ്രൈവർക്ക് പരിക്കേറ്റു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തൃക്കൂർ യൂണിറ്റ് വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. മറ്റത്തൂരിലെ മാങ്കുറ്റിപ്പാടം പഞ്ചായത്ത് ക്രിമിറ്റോറിയത്തിനു സമീപം റബ്ബർ തോട്ടത്തിൽ തീപിടുത്തം. നാട്ടുകാർ ചേർന്ന് തീയണച്ചു. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ തിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കും. കുതിച്ചുകയറിയതിനു പിന്നാലെ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ ഇടിവ്. സ്വർണ്ണവില പവന് 6,320 രൂപ കുറഞ്ഞ് 1,17,760 രൂപയിലെത്തി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്.
വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.